السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറു ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും നിർബന്ധ കാര്യങ്ങളും, അങ്ങനെ ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വളരെ അടിസ്ഥാനപരമായ വിജ്ഞാനമാണ് ഈ കിതാബിൽ അടങ്ങിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നിസ്കാരത്തിൻ്റെ 9 ഷർത്തുകളിൽ 6 ഷർത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവസാനമായി നമ്മൾ പറഞ്ഞ 2 ഷർത്തുകൾ അശ്ശർത്തുൽ ഖാമിസ് ഇസാലത്തുൻ നജാസ, നജസ് നീക്കം ചെയ്യലാണ്. മിൻ സലാസിൻ, 3 കാര്യങ്ങളിൽ നിന്ന്. മിനൽ ബദനി വസ്സൗബി വൽ ബുഖഅ, ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നും. അതിനുള്ള തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്താണ്. വസിയാബക ഫതഹിർ, ഓ നബിയെ താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധീകരിക്കുക. അശ്ശർതു സാദിസ്, 6ാമതായി നമ്മൾ പറഞ്ഞ ഷർത്ത് സത്റുൽ ഔറ, ഔറത്ത് മറക്കലാണ്. ഔറത്ത് മറക്കുക എന്നത് വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ച ഇബാറത്ത് നമ്മൾ വായിച്ചതാണ്. പണ്ഡിതന്മാർ ഉലമാക്കൾ ഏകാഭിപ്രായത്തിലായിട്ടുണ്ട്. ആരാണോ കഴിവുണ്ടായിരിക്കെ നഗ്നനായി ഔറത്ത് മറക്കാതെ നിസ്കരിക്കുന്നത്, അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല, ഫസാദാണ്. പുരുഷൻ്റെ ഔറത്തിൻ്റെ പരിധി മിനസ്സുറത്തി ഇല റുക്ബ, മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ചുമലിൽ വല്ലതും ധരിക്കണം, 2 ചുമലുകളും മറച്ചിരിക്കണം. വൽ അമതു കദാലിക്, അപ്രകാരം തന്നെയാണ് അടിമ സ്ത്രീയുടെ വിഷയവും. വൽ ഹുറ, എന്നാൽ സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുല്ലുഹ ഔറത്തുൻ, അവൾ മുഴുവനും ഔറത്താണ്, അവൾ മുഴുവനും മറച്ചു വെക്കേണ്ട ഒരുവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിന് നമ്മളന്ന് തെളിവായി പറഞ്ഞത് കഴിഞ്ഞ ദർസിൽ. അവിടുന്ന് പറഞ്ഞു, അൽമർഅതു ഔറത്തുൻ, സ്ത്രീ ഔറത്താകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഔറത്താണ്, മുഴുവനും മറച്ചു പിടിക്കേണ്ടവളാണ്. ആ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ഖറജത്, അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ, ഇസ്തശറഫഹ ശൈത്താൻ, പിശാജ് അവളെ ഭംഗിയുള്ളതായി കാണിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ പുറത്തേക്കിറങ്ങിയാൽ പിശാജ് ഭംഗിയുള്ളതാക്കി ആളുകൾക്ക് തോന്നിക്കും, അതിലൂടെ ആളുകളെ കുഴപ്പത്തിലാക്കും എന്ന് ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു, വൽഹുറത്തു, സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുല്ലുഹ ഔറത്തുൻ, അവൾ മുഴുവനും ഔറത്താണ്. ഇല്ല വജ്ഹഹ ഫിസ്സലാത്തി, നിസ്കാരത്തിൽ അവളുടെ മുഖം ഒഴികെ, നിസ്കാരത്തിൽ മുഖമൊഴികെ ബാക്കിയെല്ലാം അവൾ മറച്ചിരിക്കണം. അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞ മസ്അല കൂടി സൂചിപ്പിച്ചിരുന്നു. സ്ത്രീക്ക് 2 കൈപ്പത്തികൾ, അവളുടെ കൈപ്പത്തികൾ തുറന്നിടാം.
എന്നാൽ കാൽപാദങ്ങളുടെ വിഷയം കാൽപാദങ്ങൾ മറക്കണം എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ നിസ്കാരത്തിൽ അവളുടെ മുഖവും ഇരു കൈപ്പത്തികളും തുറന്നിടാം, ബാക്കി മുഴുവനും അവൾ മറച്ചിരിക്കണം. സഹോദരങ്ങളെ, അവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിസ്കാരത്തിൽ ഔറത്തിൻ്റെ വിഷയം ഇങ്ങനെയാണെങ്കിൽ, നിസ്കാരത്തിൽ ഔറത്ത് മറക്കാതിരുന്നാൽ ഒരു വ്യക്തിയുടെ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവരുടെ നിസ്കാരം ഫസാദാവുമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാക്കിയ പൊതുവെയുള്ള ഔറത്ത് നിസ്കാരത്തിലല്ലാതെ ഒരാൾ പ്രകടമാക്കിയാൽ, പുറത്തു കാണിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി നമ്മൾ ഈ മസ്അല ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ല ഏഴാമതായി പറഞ്ഞു, അശർത്തുസാബിഅ. ഷെയ്ഖ് റഹിമഹുല്ല ഏഴാമത്തെ ഷർത്ത് പറയുന്നു, ദുഖൂലുൽ വഖ്തി. ദുഖൂലുൽ വഖ്തി, ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കൽ, അൽ വഖ്ത്, വഖ്ത് എന്ന് പറഞ്ഞാൽ സമയം. അഥവാ നിസ്കാരത്തിൻ്റെ ഏഴാമത്തെ ഷർത്തിൽപ്പെട്ടതാണ് സമയം ആവണം, നിസ്കാരത്തിന് സമയമാവണം. വദ്ദലീലു മിനസ്സുന്നതി, നിസ്കാരത്തിന് സമയമാവണം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ള തെളിവ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാം, അന്നഹു അമ്മൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ഇമാമത്ത് നിൽക്കുകയുണ്ടായി. ഫി ഔവലിൽ വഖ്തി വഫി ആഖിരിഹി, നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തും നിസ്കാരത്തിൻ്റെ അവസാന സമയത്തും. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുകയുണ്ടായി 2 തവണ, നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തും നിസ്കാരത്തിൻ്റെ അവസാന സമയത്തും. സുമ്മ ഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, താങ്കൾക്ക് കാണിച്ചു തന്ന ഈ 2 സമയങ്ങൾക്കിടയിലാണ് നിസ്കാരം. ആ ഹദീസ് നമ്മൾ മുന്നേ കേട്ടിരുന്നു, വായിച്ചിരുന്നു. അഥവാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ദർസിൽ നമ്മൾ വായിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അമ്മനി ജിബ്രീലു അലൈഹിസ്സലാം ഇൻദൽ ബൈത്തി മർറതൈൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തിനരികിൽ അഥവാ കഅബയുടെ അരികിൽ വെച്ച് എനിക്ക് 2 തവണ ഇമാമായി നിസ്കരിക്കുകയുണ്ടായി. ശ്രദ്ധിക്കണം, 2 തവണ ഇമാമായി നിസ്കരിക്കുകയുണ്ടായി. ഫസല്ലാ ബി അദ്ദുഹ്റ, ആദ്യത്തെ ദിവസം എന്നെയും കൊണ്ട് ദുഹ്ർ നിസ്കരിച്ചു. ഹീന സാലത്തി ശംസു വകാനത് ഖദ്റ ശിറാക്കി, സൂര്യൻ നേരെ മധ്യത്തിലായതിനു ശേഷം അവിടുന്ന് ഒരൽപ്പം, ഒരു ചെരുപ്പിൻ്റെ വാറിനോളം നീങ്ങിയപ്പോൾ ദുഹ്ർ നിസ്കരിക്കുകയുണ്ടായി. വസല്ലാ ബി അൽ അസ്റ, അസ്ർ നിസ്കരിക്കുകയുണ്ടായി എന്നെയും കൂട്ടി. ഹീന കാന ദില്ലുഹു മിസ്ലഹു, അസ്ർ നിസ്കരിച്ചത് എപ്പോഴാണ്? ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആയപ്പോൾ. വസല്ലാ ബി അൽ മഗ്രിബ, എന്നെയും കൂട്ടി മഗ്രിബ് നിസ്കരിച്ചു. ഹീന അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ സൂര്യൻ അസ്തമിച്ച ഉടനെ. വസല്ലാ ബി അൽ ഇശാ, ഇശാ നിസ്കരിച്ചു എന്നെയും കൂട്ടി. ഹീന ഗാബ ശഫഖു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള അസ്തമയ ശോഭയുണ്ട്. അഷ്ശഫഖുൽ അഹ്മർ എന്നാണ് അതിന് പറയുക. ആ ഷഫഖുൽ അഹ്മർ മാഞ്ഞപ്പോൾ, അത് പോയപ്പോൾ എന്നെയും കൂട്ടി ഇശാ നിസ്കരിക്കുകയുണ്ടായി. വസല്ലാ ബി അൽ ഫജ്റ, എന്നെയും കൂട്ടി ഫജ്ർ നിസ്കരിച്ചു, സുബ്ഹ് നിസ്കരിച്ചു. ഹീന ഹറുമത് തആമു വശറാബു അല സായിം, നോമ്പുകാരന്
വെള്ളവും ഭക്ഷണവും തടയപ്പെട്ട ഹറാമാക്കപ്പെട്ടത് മുതൽ. സഹോദരങ്ങളെ, ഈ കേട്ടത് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ വക്താണ്. അഥവാ ദുഹർ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് നേരെ മധ്യത്തിൽ വന്ന് നിൽക്കും. മധ്യത്തിൽ നിന്ന് ഒരൽപ്പം തെറ്റിയാലാണ് ദുഹറിന്റെ സമയം ആരംഭിക്കുക. ആ സമയത്താണ് ആദ്യത്തെ ദിവസം നിസ്കരിച്ചത് ദുഹർ. അസ്ർ നിസ്കരിച്ചത് എപ്പോഴാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായപ്പോൾ. മഗ്രിബ് നിസ്കരിച്ചത് നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ സൂര്യൻ അസ്തമിച്ച ഉടനെ. ഇശാ നിസ്കരിച്ചത് ഷഫഖുൽ അഹ്മർ മാഞ്ഞ ഉടനെ. സുബഹ് നിസ്കരിച്ചത് നമ്മൾ ബാങ്ക് കേൾക്കുമല്ലോ ആ സമയത്ത്, ഫജ്ർ ഉദിച്ച ഉടനെ. അഥവാ ഫജ്ർ സാദിഖുമുണ്ട് കാദിബുമുണ്ട്. ഫജ്റുൽ കാദിബ്, ഫജ്റുൽ സാദിഖ് എന്നിങ്ങനെ രണ്ട് ഫജ്റുണ്ട്. ആദ്യം ഒരു ഫജ്ർ ഉദിക്കും, അതിന് ഫജ്റുൽ കാദിബ് എന്നാണ് പറയുക. കാരണം അത് പിന്നീട് നീങ്ങും, മാഞ്ഞു പോകും, എന്നിട്ട് വീണ്ടും ഇരുട്ടാകും. കുറച്ചു കഴിഞ്ഞാൽ ആകാശത്ത് വീതിയിൽ പരന്ന രൂപത്തിൽ പ്രകാശം വരും. അതാണ് ഫജ്റു സാദിഖ്. അത് കണ്ടു കഴിഞ്ഞാൽ ഫജ്റിന്റെ സമയമായി. അത് പ്രകടമായാൽ ഫജ്റിന്റെ സമയമായി. ആ സമയം മുതൽ നോമ്പുകാരൻ നോമ്പ് ആരംഭിച്ചു. ആദ്യത്തെ ദിവസം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്, ജിബ്രീൽ ഇമാമത്തായിക്കൊണ്ട്. അവിടുന്ന് പറഞ്ഞു, ഫലമ്മ കാനൽ ഗദ്, പിറ്റേത്തെ ദിവസമായപ്പോൾ സല്ലാ ബിദ്ദുഹ്റ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നെയും കൂട്ടി ദുഹ്ർ നിസ്കരിച്ചു. ഹീന കാന ദില്ലുഹു മിസ്ലഹു, ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായപ്പോൾ എന്ന് പറഞ്ഞാൽ ദുഹ്റിന്റെ അവസാന സമയമാണത്. ദുഹ്റിന്റെ അവസാന സമയമാണത്. ആദ്യ സമയം എപ്പോഴാണ്? സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയ ഉടനെ. വസല്ലാ ബിൽ അസ്ർ, അസ്ർ നിസ്കരിച്ചു എന്നെയും കൂട്ടി. ഹീന കാന ദില്ലുഹു മിസ്ലൈഹി, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ രണ്ടിരട്ടി ആയപ്പോൾ. നോക്കൂ, അസ്റിന്റെ അവസാന സമയമാണിത്. അസ്റിന്റെ അവസാന സമയം. ആദ്യ സമയം എപ്പോഴാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആയപ്പോഴാണ്. അതാണ് ആദ്യത്തെ വക്ത്. രണ്ടാമത്തെ ദിവസം അവസാനത്തെ സമയമാണ് നിസ്കരിച്ചത്. വസല്ലാ ബിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കരിച്ചു എന്നെയും കൂട്ടി. ഹീന അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ. അഥവാ മഗ്രിബിന് യാതൊരു മാറ്റവുമില്ല, സൂര്യൻ അസ്തമിച്ച ഉടനെ നിസ്കരിക്കുകയുണ്ടായി. 2 ദിവസവും മഗ്രിബിൽ മാറ്റം വരുത്തിയിട്ടില്ല. വസല്ലാ ബിൽ ഇശ, എന്നെയും കൂട്ടി ഇശ നിസ്കരിക്കുകയുണ്ടായി. ഇലാ സുലുസിൽ ലൈൽ, രാത്രി 3 വീതിച്ചാൽ അതിലെ ആദ്യത്തെ ഭാഗം. അഥവാ ആദ്യത്തെ ദിവസം നിസ്കരിച്ചത് ഷഫഖുൽ അഹ്മർ മാഞ്ഞ ഉടനെയാണ്, അതാണ് ആദ്യത്തെ സമയം. രണ്ടാമത്തെ ദിവസം കുറച്ച് പിന്തിച്ചുകൊണ്ടാണ് നിസ്കരിക്കുകയുണ്ടായത്. വസല്ലാ ബിൽ ഫജ്ർ, എന്നെയും കൂട്ടി ഫജ്ർ നിസ്കരിച്ചു. ഫഅസ്ഫർ, മഞ്ഞ നിറത്തിലായപ്പോൾ. പൊതുവെ അന്തരീക്ഷം മഞ്ഞ നിറത്തിലായപ്പോൾ, അഥവാ ഒരൽപ്പം വെളിച്ചം വന്ന സമയം, സൂര്യൻ ഉദിക്കുന്നതിന്റെ കുറച്ചു മുന്നേ ഉള്ള സമയത്താണ് രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചത്. എന്ന് പറഞ്ഞാൽ ഫജ്റിന്റെ അവസാന സമയം അറിയിക്കാനാണ് അത് പറഞ്ഞത്. സുമ്മൽതഫത ഇലയ്യ, എന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്, ഇതാണ് താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ നിസ്കാരത്തിന്റെ സമയം. വൽ വഖ്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, നിസ്കാരത്തിന്റെ സമയം എന്നത് ഈ 2 സമയങ്ങൾക്കും ഇടയിലാകുന്നു. അത് പറയാനാണ് ആ ഹദീസ് വായിച്ചത്. ഇത് സുന്നത്തിൽ നിന്നുള്ള തെളിവാണ്. വഖൗലുഹു തആല, ഇനി ഷെയ്ഖ് പറഞ്ഞതിലേക്ക് നോക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, സൂറത്തുൻ നിസായിലെ 103-ാമത്തെ ആയത്താണ്. തീർച്ചയായും നിസ്കാരം എന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു. ഐ മഫ്റൂദൻ ഫിൽ ഔഖാത്ത്, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം. അപ്പൊ നിസ്കാരത്തിന് സമയമാവണം. അതിനാണ് ഈ പറഞ്ഞ തെളിവ് പറഞ്ഞത്. ഹദീസിലും ഖുർആനിലും വന്ന തെളിവുകൾ പറഞ്ഞെന്തിനാ? നിസ്കാരത്തിന് സമയമാവണം, സമയവുമായി അതിന് ബന്ധമുണ്ട്.
വദലീലുൽ ഔഖാത്ത്, ഷെയ്ഖ് റഹിമഹുല്ല സമയങ്ങൾ ഏതൊക്കെ സമയങ്ങളാണ് എന്നുണ്ടല്ലോ, അതിനുള്ള തെളിവായിക്കൊണ്ട് ആയത്ത് ഉദ്ധരിക്കുകയാണ്. ഹദീസിൽ വ്യക്തമായി 5 വക്തിൻ്റെയും പേര് വന്നിട്ടുണ്ട്. ഖുർആനിൽ നമുക്ക് കാണാം, അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ 5 നേരത്തെ നിസ്കാരങ്ങൾക്കും തെളിവുണ്ട്. അഖിമിസ് സ്വലാത, നബിയെ താങ്കൾ നിസ്കാരം നിർവഹിക്കുക. ലിദുലൂകി ശംസ്, ദുലൂക്ക് എന്ന് പറഞ്ഞാൽ നീങ്ങിയാൽ, സൂര്യൻ നേരെ മധ്യത്തിലെത്തി അവിടുന്ന് നീങ്ങിയാൽ, അവിടുന്ന് നീങ്ങിയത് മുതൽ താങ്കൾ നിസ്കാരം ആരംഭിക്കുക. ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ട് കട്ട പിടിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ ദുഹുർ, അസർ, മഗ്രിബ്, ഇശ 4 വക്ത് നിസ്കാരങ്ങളും അതിൽ ഉൾപ്പെട്ടു. വ ഖുർആൻ അൽ ഫജ്ർ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഫജ്ർ സുബഹ് നിസ്കാരവും നിർവഹിക്കുക. 5 വക്തിനുള്ള തെളിവാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്ർ, തീർച്ചയായും ഫജ്റിന്റെ സന്ദർഭത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ കാന മശ്ഹൂദ, അത് സാക്ഷിയാക്കപ്പെടും. അഥവാ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ഇതാണ് സമയങ്ങൾക്കുള്ള തെളിവ്. സഹോദരങ്ങളെ, ദുഹൂലുൽ വഖ്ത് എന്നത് നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു. അതിനുള്ള ഏതാനും തെളിവുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദുഹറിൻ്റെ സമയം നമ്മൾ പറഞ്ഞു, അസറിൻ്റെ സമയവും മനസ്സിലാക്കി, മഗ്രിബിൻ്റെ സമയവും മനസ്സിലാക്കി. ഇവിടെ ദുഹറിൻ്റെ സമയം എന്നത് നേരെ മധ്യത്തിൽ നിന്നും സൂര്യൻ പടിഞ്ഞാറു ഭാഗത്തേക്ക് തെറ്റണം. കിഴക്ക് നിന്ന് വന്ന് നേരെ മധ്യത്തിൽ നിൽക്കും, പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങും. അത് പിന്നെ അങ്ങനെ പോയി അസ്തമിക്കലാണ്. അസറിനും ദുഹറിനും ഇടയിൽ പ്രത്യേകിച്ച് വേറെ ഇടവേളകളൊന്നുമില്ല. ദുഹർ അവസാനിക്കലോടുകൂടി അസർ ആരംഭിച്ചു. അതുപോലെ തന്നെയാണ് അസർ കഴിഞ്ഞാൽ മഗ്രിബാകും. എന്നാൽ അസറിന്റെ നിസ്കാരത്തിന്റെ സമയത്തിൽ പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, അസറിന് 2 സമയങ്ങളുണ്ട്. ഒന്ന് വക്തു ഇഖ്തിയാരിൻ, അസറിന്റെ ആദ്യത്തെ വക്ത് അഥവാ നിസ്കരിക്കേണ്ട വക്ത്. അതെപ്പോഴാണ്? ഈ പറഞ്ഞ ഹദീസിലുള്ള സമയമാണ്. ഒന്നല്ലെങ്കിൽ ളുഹർ കഴിഞ്ഞ ഉടനെ അസർ ആരംഭിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ 2 ഇരട്ടിയാവുന്നതുവരെ. അതാണ് വക്തു ഇഖ്തിയാർ. ഏതാണ്ട് അന്തരീക്ഷം ഒരു മഞ്ഞ നിറത്തിലാകും. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു സമയമാകും. വെയിലെല്ലാം ഏതാണ്ട് പോയി ഉള്ള ഒരവസ്ഥ. രണ്ടാമത്തെ സമയം വക്തു ഇൽത്തിറാർ, അഥവാ ഒരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ആദ്യത്തെ സമയത്ത് നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ, ദറൂറത്തിൻ്റെ നിർബന്ധഘട്ടത്തിൽ നിസ്കരിക്കൽ അനുവദനീയമായ സമയമാണത്. അതെപ്പോഴാണ്? മഞ്ഞ നിറത്തിലായത് മുതൽ, അന്തരീക്ഷം ഭൂമി മഞ്ഞ നിറത്തിലായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. ഉദാഹരണത്തിന് ഒരാൾ ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കുന്നത് ആ സമയത്താണ്, അയാൾക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ ഒരാൾ യാത്രയിൽ പെട്ടു, ഒരു നിലക്കും നിസ്കരിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അയാൾക്ക് കിട്ടിയ സമയം എപ്പോഴാണ്? മഗ്രിബിൻ്റെ തൊട്ട് മുന്നെയാണ്. അഥവാ അന്തരീക്ഷം മഞ്ഞ നിറത്തിലായിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് നിസ്കരിക്കാം. അത് വക്തു ഇൽത്തിറാർ, ലറൂറത്തിൻ്റെ സമയമാണ്. എന്നാൽ മഗ്രിബ്, സഹോദരങ്ങളെ, അതിൽ യാതൊരു മാറ്റവുമില്ല. മഗ്രിബ് എന്നത് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മഗ്രിബ് മുതൽ ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ എന്നാണ്. മഗ്രിബ് മുതൽ ഇശാ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് എന്ന തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മഗ്രിബ് ആരംഭിക്കും. എന്നിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ചുവന്ന നിറത്തിൽ ഒരു കാര്യം കാണും. അതിനാണ് അശ്ശഫഖുൽ അഹ്മർ എന്ന് പറയുക, അസ്തമയ ശോഭ. അത് കുറച്ചു കഴിഞ്ഞാൽ കാണുകയില്ല, പരിപൂർണമായി ഇരുട്ട് വരും ആകാശത്ത്. അതോടുകൂടി മഗ്രിബിൻ്റെ സമയം അവസാനിച്ചു. എന്നതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഇശാ വരെ ആളുകൾ നീട്ടിക്കൊണ്ടുപോയി ചിലപ്പോൾ നിസ്കരിക്കുന്നതായി കാണാം. അത്തരക്കാർ യഥാർത്ഥത്തിൽ അദാ ആയിട്ടല്ല നിസ്കരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക.
പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മഗ്രിബ് ബാങ്ക് കൊടുത്താലും കുറേ കഴിഞ്ഞ് അവസാനം മഗ്രിബും ഇശാവും കൂടി ഒരുമിച്ച് നിസ്കാരം കുപ്പായിട്ട് കയറും. അത് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അഷ്ഫഖുൽ അഹ്മർ മാഞ്ഞാൽ അതോടുകൂടി മഗ്രിബ് കഴിഞ്ഞു. നോക്കൂ, 2 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചത് ഒരേ സമയത്താണ്. മഗ്രിബിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി റമദാനാണ് വരാൻ പോകുന്നത്. ഒരുപാട് സമയം നോമ്പും തുറന്നിരുന്ന് നോമ്പ് തുറന്നതിൻ്റെ ക്ഷീണവും കഴിച്ച് എന്നിട്ട് മഗ്രിബ് നിസ്കരിക്കാൻ പോയാൽ പട്ടിണി കിടന്നത് ഉണ്ടാവും, നിസ്കാരം ഉണ്ടാവുകയില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഇശാ നിസ്കാരം സഹോദരങ്ങളെ ആദ്യത്തെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഫഖ് മാഞ്ഞത് മുതൽ. നോക്കൂ, അതാണ് നമ്മൾ തെളിവ്. നേരത്തെ പറഞ്ഞുള്ള തെളിവ് അതാണ്. ഷഫഖുൽ അഹ്മർ, അത് മാഞ്ഞത് മുതൽ, നീങ്ങിയത് മുതൽ ഇശാഇന്റെ സമയം ആരംഭിച്ചു. അതാണ് ആദ്യത്തെ സമയം. അതാണ് ഇശാഇന്റെ 1ാമത്തെ സമയം. 2ാമത്തെ സമയം അനുവദിക്കപ്പെട്ട സമയമാണ്. അത് എപ്പോഴാണ്? 2ാമത്തെ സമയം എന്നത് ഇശാ നീട്ടൽ അനുവദിക്കപ്പെട്ട സമയമാണ്. അഥവാ ചില റിവായത്തുകളിൽ അർദ്ധരാത്രി വരെ എന്ന് നമുക്ക് കാണാം. അർദ്ധരാത്രി എപ്പോഴും 12 മണിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും വ്യത്യാസത്തിൽ അതിന് മാറ്റമുണ്ടാകും. അപ്പോൾ ഒരാൾക്ക് നിസ്ഫുൽ ലൈൽ വരെ നീട്ടാം. 3ാമത്തെ സമയം വഖ്തു ഇൽത്തിറാർ, അസ്റിന്റെ സമയം പറഞ്ഞതുപോലെ. അഥവാ ഒരാൾക്ക് ഒരു നിലക്കും നിസ്കരിക്കാൻ സാധിക്കാതെ യാത്രയിലോ അങ്ങനെ വല്ലതിലും കുടുങ്ങിപ്പോയി, നിസ്ഫുൽ ലൈൽ അർദ്ധരാത്രി മുതൽ ഫജ്ർ വരെ അയാൾക്ക് സമയമുണ്ട്. അർദ്ധരാത്രി മുതൽ ഫജ്ർ വരെ അയാൾക്ക് വഖ്തു ഇൽത്തിറാർ, ലറൂറത്തിന്റെ അഥവാ വേറൊരു സാഹചര്യവുമില്ലാതെ നിർബന്ധ സാഹചര്യത്തിൽ നിസ്കരിക്കാൻ അനുവാദമുള്ള സമയമാണത്. നിസ്ഫുൽ ലൈൽ കഴിഞ്ഞാൽ ഫജ്ർ വരെ എന്നത് ഒരിക്കലും നിരുപാധികം അനുവദിക്കപ്പെട്ട സമയമല്ല. അത് ലറൂറത്തിന്റെ സമയമാണ്. ഒരാൾക്ക് ആദ്യത്തെ വക്തിലും പിന്നീട് ജായിസായ സമയത്തും നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാൾക്ക് അതുവരെ നീട്ടാവുന്നതാണ്. അതല്ലെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. ഫജ്റിന്റെ സമയം 2 സമയങ്ങളിലും വന്നതുപോലെ ഒന്നാമത്തേത് ഫജ്ർ ഉദിച്ച സമയത്താണ് നിസ്കരിച്ചത്. 2ാമത്തേത് ഏതാണ്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ കുറച്ചു മുന്നേ വരെ, അഥവാ ഭൂമി ഒരൽപ്പം മഞ്ഞ നിറത്തിൽ, അന്തരീക്ഷം ഒരു മഞ്ഞ നിറത്തിലായിട്ടുണ്ട്, ഉദിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള സമയമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് സമയങ്ങൾ. ആദ്യത്തെ വക്തിൽ നിസ്കരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിർബന്ധ സാഹചര്യത്തിൽ സാധിച്ചില്ല എങ്കിൽ, ഉദാഹരണത്തിന് യാത്രയിൽ അള്ളാഹു ഒരു നിസ്കാരം അടുത്ത നിസ്കാരത്തിലേക്ക് നീട്ടാൻ ഒരുമിച്ച് ജമആയി, അത് ഖസ്റായി, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ദുഹർ ചൂട് വർദ്ധിച്ചാൽ ഒരൽപ്പം പിന്തിക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ഉറങ്ങിപ്പോയാൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ വക്ത് മാറ്റി നിസ്കരിക്കരുത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത് 7ാമത്തെ ഷർത്ത് ദുഖൂലുൽ വക്തി, അഥവാ സമയം ആവണം. സമയം ആവാതെ നിസ്കരിക്കാൻ പാടില്ല. സമയം ആവുന്നതിന് മുന്നേ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലും നിസ്കാരമില്ല എന്ന ഹദീസുണ്ട്. അതുപോലെ അത്തരക്കാരുടെ നിസ്കാരങ്ങളിൽ ചർച്ചയുണ്ട്. സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. കുറ്റക്കാരനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം മസ്അലകൾ ഇതിന് പിന്നാലെ നമുക്ക് കാണാം. അനുവദിക്കപ്പെട്ട അനുവദനീയമായ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ള ഒരു ഹദീസും ഖുർആനിൽ നിന്നുള്ള 2 ആയത്തുകളുമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അശർതു സാമിൻ, 8ാമത്തെ ഷർത്തായിക്കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് നേരെ തിരിയൽ. നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഖിബ്ലയെ അഭിമുഖീകരിക്കണം. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ കിതാബിലെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. സൂറത്തുൽ ബഖറയിലെ 144ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു ഖദ് നറാ,
ഓ നബിയെ, നാം കണ്ടുകൊണ്ടിരിക്കുന്നു തഖല്ലുബ വജ്ഹിക ഫിസ്സമ, താങ്കൾ ആകാശത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ്, അഥവാ മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്കായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള വഹി അള്ളാഹു ഇറക്കിയിരുന്നെങ്കിൽ. അതാഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഓ നബിയെ, താങ്കളുടെ ആ നോട്ടം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, ഓ നബിയെ, താങ്കൾക്ക് തൃപ്തികരമായ, താങ്കൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് താങ്കളെ നാം തിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് താങ്കൾ തിരിച്ചുകൊള്ളുക, അഥവാ കഅബയിലേക്ക് തിരിച്ചുകൊള്ളുക. വഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെ ആയിരുന്നാലും ഫവല്ലു വുജൂഹകും ശത്റഹു, ആ കഅബയുടെ നേരെ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക. അപ്പോൾ ഈ ആയത്തിൽ തെളിവുണ്ട്, എവിടെയായിരുന്നാലും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം. ഇത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവസ്ഥകളാണ്. ഒന്ന്, മസ്ജിദുൽ ഹറാമിൽ വെച്ച് കഅബയുടെ അരികിൽ വെച്ച് നിസ്കരിക്കുക. അങ്ങനെയുള്ള ആളുകൾ കഅബയിലേക്ക് നേരെ തിരിഞ്ഞ് തന്നെ നിസ്കരിക്കണം, അഥവാ കഅബയുടെ മുന്നിലേക്ക് തിരിഞ്ഞ് കഅബക്ക് നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിസ്കരിക്കണം. രണ്ടാമത്തെ അവസ്ഥ എന്നത് മസ്ജിദുൽ ഹറാമിലല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിയുക. ഇപ്പം നേരെ കഅബയുടെ ഭാഗത്തേക്ക് തിരിയാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചെരിവുണ്ട്, വളവുണ്ട് എന്ന് വിചാരിക്കുക. അത്തരം ആളുകൾക്ക് പ്രശ്നമില്ല, കഅബയിലേക്ക് തിരിഞ്ഞതുപോലെ തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? കഅബയിലാണെങ്കിൽ, കഅബയുടെ അടുത്താണെങ്കിൽ നേരെ വളയാതെ പൊളയാതെ നിൽക്കണം, ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാനൊന്നും പാടില്ല. എന്നാൽ കഅബയിലല്ലാത്ത, മസ്ജിദുൽ ഹറാമിലല്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്ന, കഅബ കാണാത്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്താവുക എന്നതാണ് നിർബന്ധമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്താവുക എന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഖിബിലക്ക് നേരെ തിരിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. യാത്രയിലും മറ്റുമൊക്കെ ആണെങ്കിൽ ഖിബില എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കണം, നിർബന്ധമാണ്. പരമാവധി അതിനുവേണ്ടി പ്രയത്നിക്കണം. എങ്ങോട്ടേക്കാണ് ഖിബില വരുന്നത് എന്ന് പ്രത്യേകിച്ച് ഇന്ന് ആധുനിക സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് കണ്ടെത്തി ഖിബിലക്ക് നേരെ തിരിഞ്ഞു തന്നെ നിസ്കരിക്കണം. ഫർദിൻ്റെ കാര്യത്തിൽ ഇത് ഷർത്താണ്, ഫർദിൻ്റെ കാര്യത്തിൽ ഇത് ഷർത്താണ്. എന്നാൽ സുന്നത്തിൻ്റെ കാര്യത്തിൽ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തുനിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു, അവിടുന്ന് ഖിബില പരിഗണിക്കാറില്ലായിരുന്നു. ഒരാൾക്ക് സുന്നത്ത് നിസ്കാരം ട്രെയിനിലോ ഫ്ലൈറ്റിലോ വെച്ച്, കാറിലോ വെച്ച് നിസ്കരിക്കാം, ഖിബില അയാൾക്ക് നേരെ കിട്ടിയില്ലെങ്കിലും ശരി. എന്നാൽ ഫർദിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, ശരിക്ക് ശ്രദ്ധിച്ച് ഖിബില അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് പറഞ്ഞ വിഷയമാണ്. പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ്. അല്ലാതെ ആ വിഷയത്തിൽ അലസത, അലംഭാവം കാണിക്കരുത്. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, നമ്മൾ സാധിക്കുന്ന പോലെ സൂക്ഷിക്കുക എന്നല്ലേ റബ്ബ് പറഞ്ഞത് എന്നല്ല. സാധിക്കുന്നത് പോലെ നമ്മൾ സൂക്ഷിക്കണം, അതങ്ങനെ തന്നെ ആയിരിക്കണം. ആളുകളുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ അത് ശരിക്ക് നോക്കണം. അതല്ല, ദിശ കണ്ടാൽ മനസ്സിലാവുമെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ അലംഭാവം കാണിക്കരുത് എന്ന് ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അശ്ശർതു താസിഅ, ഒൻപതാമത്തെ ഷർത്ത് അന്നിയ്യതു, ഒൻപതാമത്തെ ഷർത്ത് അന്നിയ്യതു, നിയ്യത്ത്. വമഹല്ലുഹ അൽ ഖൽബു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാകുന്നു, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാകുന്നു. വത്തലഫുദു ബിഹാ ബിദ്അത്തുൻ,
നിയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നത്, ചൊല്ലിപ്പറയുക എന്നത് ബിദ്അത്തുൻ പുത്തനാചാരമാകുന്നു. വദ്ദലീലു അൽ ഹദീസ്, അതിനുള്ള തെളിവ് ഹദീസാകുന്നു. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, തീർച്ചയായും അമലുകൾ, കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയത്, മനസ്സിൽ കരുതിയത്, അത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് അന്നിയ്യത്തു. ഇത് നമ്മൾ വുദൂഇന്റെ വിഷയത്തിലും പറഞ്ഞിരുന്നു. നിയ്യത്ത് വേണം. എന്നാൽ നിയ്യത്ത് എങ്ങനെയാണ്? പല ആളുകളും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി ഫർള ദുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ സമാനമായ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം നിയ്യത്ത് ചൊല്ലിപ്പറയുന്നതിന് അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരൊറ്റ ഹദീസിൽ പോലും ഇത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു കിതാബിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നിയ്യത്ത് എന്നത് അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഒരിക്കൽ പോലും നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറഞ്ഞതായി എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്, ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട പുത്തനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വ്യക്തമാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കപ്പെടുക. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ മനസ്സിൽ കരുതുന്നത്, നിയ്യത്താക്കുന്നത്, അതുമാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. നോക്കൂ, ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്, എന്താണോ ഒരാൾ ഉദ്ദേശിക്കുന്നത് അതാണ് അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അന്നിയ്യത്തു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖസ്ദു, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കലാണ്. അന്നിയ്യത്തു ഹുവൽ ഖസ്ദു, മനസ്സിന്റെ ഉദ്ദേശമാണ് നിയ്യത്ത്. അതല്ലാതെ നാവിലൂടെ പുറത്തേക്ക് വരുന്നതിന് നിയ്യത്ത് എന്ന് പറയുകയില്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നിയ്യത്ത് എന്നത് ഹുവൽ ഖസ്ദു, മനസ്സിന്റെ ഉദ്ദേശമാണ്. അതൊരിക്കലും നാവ് കൊണ്ട് ചൊല്ലിപ്പറയലല്ല. നിയ്യത്ത് ഇതുപോലെ ചൊല്ലിപ്പറയാൻ പ്രയാസപ്പെട്ട് നിസ്കാരം വലിയ കെട്ടിക്കൊടുക്കുള്ള ഒരു സംഭവമായി പലപ്പോഴും ആളുകളെ കാണാറുണ്ട്. അവരിങ്ങനെ നിയ്യത്ത് വെക്കും, കുറേ സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നിയ്യത്ത് എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ നിയ്യത്ത് റബ്ബിനു വേണ്ടി മാത്രം ആക്കണം എന്നതാണ് നമ്മുടെ ബാധ്യത. ഇബാദത്തുകൾ, അതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ വേർതിരിക്കുന്ന കാര്യമാണ് നിയ്യത്ത്. അതുപോലെ ഇബാദത്ത് തന്നെ ഏതാണ് എന്നിങ്ങനെയുള്ള വേർതിരിവിനാണ് നിയ്യത്ത്. ഒരാൾ സുബ്ഹിന്റെ സമയമായപ്പോൾ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും 2 റക്അത്താണ് നിസ്കരിക്കുന്നത്. ഈ രണ്ട് റക്അത്തുകളും വേർതിരിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യത്തേത് സുന്നത്താണ്, റവാത്തിബാണ്. രണ്ടാമത്തേത് ഫർളാണ്. അതുപോലെ ആദത്തും ഇബാദത്തും വേർതിരിക്കാനാണ് നിയ്യത്ത്, അഥവാ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം, അതിനാണ് ആദത്ത് എന്ന് പറയുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ആരാധന കർമ്മങ്ങൾ, ഇതിനെ വേർതിരിക്കും നിയ്യത്ത്. അതിന് പണ്ഡിതന്മാർ പറയാറുള്ളത് കുളിയാണ്. ഒരാൾ സാധാരണഗതിയിൽ കുളിക്കുന്നതും ജനാബത്തിന്റെ കുളിയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് എവിടെയാണ്? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നതുപോലെ ഇതെല്ലാം സഹോദരങ്ങളെ നമ്മുടെ ഖൽബിലാണ്, ഹൃദയത്തിലാണ്. അതൊരിക്കലും അള്ളാഹു നമുക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടില്ല, നമ്മളായി പ്രയാസം ഉണ്ടാക്കരുത് എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, നിയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്താണ്, അതിന്റെ സ്ഥാനം ഹൃദയമാണ്, അത് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ് എന്നത് ഉലമാക്കൾ, പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. അതുപോലെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് അനേകം ചർച്ചകൾ നമുക്ക് കാണാം. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരികയാണ് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നാൽ ഞാനിത് ളുഹ്റാക്കി മാറ്റുകയാണ് എന്ന് നിയ്യത്താക്കാൻ പാടില്ല. നിയ്യത്ത് ആദ്യം തന്നെ
ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെയുള്ള മസ്അലകൾ ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ 9 ഷർത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. നിസ്കാരത്തിൻ്റെ 9 ഷർത്തുകളിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം, രണ്ടാമത്തേത് 2 അൽ അഖ്ലു, 3 അത്തമീസു, 4 റഫഉൽ ഹദസ്, 5 ഇസാലത്തുൻ നജാസ, 6 സത്റുൽ ഔറ, 7 ദുഖൂലുൽ വഖ്ത്, 8 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, 9 അന്നിയത്തു. ഇതാണ് 9 ഷർത്തുകൾ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഈ സമയം ആയപ്പോൾ നമ്മുടെ ഷർത്തുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. ആയുസ്സും ആരോഗ്യവും സന്ദർഭവും ലഭിച്ചാൽ പരിശുദ്ധ റമദാനിന് ശേഷം ഇതിൻ്റെ ബാക്കി അർക്കാനുകൾ, നിർബന്ധ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഒരു വിളിപ്പാടകലെ വന്നു നിൽക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. നമ്മുടെ മനസ്സും ശരീരവും അതിനുവേണ്ടി പാകപ്പെടുത്തുക. റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നല്ല മനസ്സോടെ എല്ലാവിധ ഷർറുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അനാവശ്യ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുക. അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയോടെയും ഇസ്തിഗ്ഫാറോടുകൂടിയും നമ്മൾ മുന്നിട്ട് ചെല്ലുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നന്നായി ഇബാദത്തുകൾ ചെയ്യാനും അത് അള്ളാഹു സ്വീകരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.